വതുർബത്തുൽ മദീനത്തി മുഅ്മിന, മദീനയിലെ മണ്ണ് പോലും മുഅ്മിനത്തായ മണ്ണാണെന്ന് മുഹമ്മദ് മുസ്തഫ. ഫഇന്നഹാ ശിഫാഉ മിനൽ ജുദാം, കുഷ്ഠത്തിന് മരുന്നാണ് മദീനയിലെ മണ്ണെന്ന് മുഹമ്മദ് മുസ്തഫ. മദീനയിലെ മണ്ണ് കുഷ്ഠത്തിന് മരുന്നാണ്. ഫഇന്നഹാ ശിഫാഉ മിനൽ ജുദാം എന്ന ഹദീസ് മുത്ത് മുഹമ്മദ് മുസ്തഫ. വേറെ ഹദീസ് ഖുബാഉൽ മദീനത്തി ശിഫാഉ മിനൽ ജുദാം, മദീനയിലെ പൊടിമണ്ണ് കുഷ്ഠരോഗത്തിന് മരുന്നാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷേ ഇത് പരീക്ഷണത്തിന്റെ ഘട്ടമാണെന്ന് ചിന്തിക്കണം. രോഗമാണ്, ഇതൊരു പരീക്ഷണം. പിന്നെ പരിഹാരം അല്ലാഹു അല്ലാത്തൊരാൾക്ക് പരിഹാരം ഉണ്ടാക്കാൻ കഴിയുകയില്ല. അല്ലാഹുവിനെ അഭയം തേടണം. മരുന്നുണ്ട്, മരുന്നിലേക്ക് എത്താൻ അല്ലാഹു ഡോക്ടർമാർക്ക് തൗഫീഖ് നൽകട്ടെ. മരുന്നുണ്ട്. എന്തുകൊണ്ട് മരുന്നില്ലാതെ രോഗം ഇറക്കുകയില്ലെന്ന് മുഹമ്മദ് മുസ്തഫ. മരുന്നില്ലാതെ രോഗം ഇറക്കുകയില്ല. ഹദീസിന്റെ രീതി നോക്കുമ്പോൾ കാണുന്നത് ആദ്യം ഇറങ്ങുന്നത് മരുന്നാണ്. മരുന്നിറക്കാതെ രോഗം ഇറക്കുകയില്ല. മരുന്ന് ഇറക്കാതെ രോഗം ഇറക്കുകയില്ല. മാ അൻസലല്ലാഹു ദാഅൻ ഇല്ലാ അൻസല ലഹു ദവാഅൻ. മരുന്ന് ഇറക്കിയിട്ടല്ലാതെ രോഗം ഇറക്കുകയില്ല എന്നാണ് ഹദീസ്. അപ്പോൾ ആദ്യം ഇറങ്ങുന്നത് മരുന്ന്. നോക്ക്. പിന്നെന്താ വിഷയം? മരുന്ന് എന്താണെന്ന് ഡോക്ടർമാർക്ക് അറിയില്ല. ഇനി അവരെ അള്ളാഹു ആ ഭാഗത്തേക്ക് തിരിക്കണം. അത് അള്ളാന്റെ പരീക്ഷണവുമാണ്. ചിലപ്പോൾ നിസ്സാര സാധനമായിരിക്കും. ഇപ്പൊ നമ്മളെ കഴിഞ്ഞ വർഷം എന്താ പറയാ, നിപ്പ വൈറസ് അല്ലേ? പറ, ഒരു ചെറിയ എന്താ പറയാ, ഒരു ചെറിയ ഒരു ഫ്രൂട്ട്. ആ ഫ്രൂട്ടിൽ നിന്നാണ് അതിന് ധാരാളം പരിഹാരം. അതേപോലെ തന്നെ കിവി, മനസ്സിലാവുന്ന പറഞ്ഞത്. ഒരു ഫ്രൂട്ട് ഉണ്ടല്ലോ, എന്ത് കിവി. അതേപോലെ തന്നെ ഫാഷൻ ഫ്രൂട്ട്, നമ്മളെ എല്ലാ ചെടികളിലൊക്കെ വേലിപ്പറ്റിലൊക്കെ ഉണ്ടാകുന്ന ചെറിയ ഒരു പഴമാണ് ഫാഷൻ ഫ്രൂട്ട്. അതിന്റെ കായ പരിഹാരമായി. എന്തിന് ഒരു വിലയില്ലാത്ത സാധനം കിടക്കിയത് വേലിപ്പറ്റില്ല. ആ സാധനത്തിന് പിന്നെ 100, 200, 300 രൂപ ഓടിച്ചോ കൊടുക്കുക. 10 രൂപ ഒരു മാർക്കറ്റിൽ കിട്ടുക. ആർക്കും വേണ്ടാത്ത സാധനത്തിന് 200, 300 രൂപയായി കിലോ വില. ആ നിസ്സാരപ്പെട്ട സാധനത്തിൽ നിന്ന് അതിന്റെ മരുന്ന് ഡോക്ടർമാർ കണ്ടുപിടിച്ചു. പ്രതിരോധ ശക്തി. അപ്പൊ നിസ്സാരമായിരിക്കും, സാധനമൊക്കെ നിസ്സാരമായിരിക്കും. ചിലപ്പോൾ നിസ്സാരമായ വസ്തുക്കളിലൊക്കെ പരിഹാരം ഉണ്ടാവും. ഇനി ആ പരിഹാരത്തിലേക്ക് ഡോക്ടർമാർ എത്തിച്ചേരണം. സമയമെടുക്കും. ഒരു കാലത്ത് ക്യാൻസർ എന്ന് പറഞ്ഞാൽ പിന്നെ പറയേണ്ടത് മരണം. ഇന്ന് ക്യാൻസർ ഉണ്ടാകുന്നവർക്ക് 90% ആളുകൾ ശിഫയാകുന്നുണ്ട്. ഇല്ലേ? പറ, അല്ലാഹു തആല ശിഫ തരട്ടെ. എന്റെ ഫലപ്രദമായ ചികിത്സയിലേക്ക് എത്തിച്ചേർന്നു. മരുന്നുണ്ടായിരുന്നു, പക്ഷെ അറിയൂല. എയ്ഡ്സിന് മരുന്നില്ലേ? ഉണ്ട്, പക്ഷെ ഇപ്പോഴും കൃത്യമായി മരുന്ന് കിട്ടിയിട്ടില്ല. എന്തുകൊണ്ട്? വ്യഭിചാര ലഹരിയിലാണ് ലോകം. വ്യഭിചാരം എന്ന ലോകത്തൊരു വരുമാനമാണ്. ലോകത്തിന്റെ പ്രധാന വരുമാനമാണ് ടൂറിസം എന്ന് പറഞ്ഞാൽ വ്യഭിചാരത്തിൽ അധിഷ്ഠിതമാണ് പലപ്പോഴും. ചിന്തിക്കുക. പഞ്ചനക്ഷത്ര ദേശങ്ങൾക്ക് ലൈസൻസ് കൊടുക്കുന്നതാണ് ലോകത്തിന്റെ രീതി. അതുകൊണ്ട് എയ്ഡ്സിന് ഫലപ്രദമായ മരുന്ന് കണ്ടുപിടിക്കാൻ ഡോക്ടർമാർക്ക് കഴിഞ്ഞിട്ടില്ല. മരുന്നില്ലേ? ഉണ്ട്, മരുന്നുണ്ട്. എന്തുകൊണ്ട്? മരുന്നിറക്കാതെ രോഗം ഇറക്കുകയില്ലെന്ന് മുഹമ്മദ് മുസ്തഫ. ആദ്യം മരുന്നിറക്കും, പിന്നെ രോഗം ഇറക്കുക. മരുന്ന് ഇവിടെ എവിടെ ഒക്കെ ഉണ്ടാവും. മരുന്നൊക്കെ ചെറിയ സാധനമായിരിക്കും മരുന്ന്. 10 രൂപ പോലും വേണ്ടാത്ത സാധനമായിരിക്കും മരുന്ന്. ചിന്തിക്കുക. എല്ലാം അങ്ങനെയാണ്. ഏകദേശം രോഗങ്ങളുടെയൊക്കെ പരിഹാരം എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ മരുന്നുകളാണ്. വലിയ പണം കൊടുത്തിട്ടൊന്നും രോഗത്തിന് പരിഹാരം ഉണ്ടാവില്ല. പരിഹാരമൊക്കെ എപ്പോഴും ചെറിയ 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 സാധനങ്ങളാണ്. ചിന്തിക്കുക. ചെറിയ ചെറിയ പരിഹാരങ്ങളാണ് മരുന്ന്. അതൊക്കെ അല്ലാഹു തആല ഇവിടെ അങ്ങനെ നിശ്ചയിച്ചു വെച്ചിട്ടുണ്ട്.
വലിയ വലിയ മുസ്ലിം സൂഫികൾ പറഞ്ഞ മരുന്നുകളുണ്ട്, മഹർഷിമാർ പറഞ്ഞ മരുന്നുകളുണ്ട്. ചിന്തിക്കുക, വലിയ വലിയ മുസ്ലിം സൂഫികൾ പറഞ്ഞ മരുന്നുകൾ നിസ്സാരമല്ല, പൈസ പോലും വേണ്ടാത്ത മരുന്ന്. ലോകത്തെ ഒരുപാട് മരുന്നുകൾ സൂഫികൾ പറഞ്ഞിട്ടുണ്ട്. ഇബ്നുൽ ഖയ്യിമിനെ പോലെയുള്ള ആളുകൾക്ക്, ഇബ്നു സീനയെ പോലുള്ള ആളുകൾക്ക് കിതാബുണ്ട്. അൽ ഖാനൂൻ ഫി തിബ്ബുണ്ട്. ഇബ്നു സീനയുടെ പല മരുന്നിനും പൈസ വേണ്ട, നിസ്സാരം. ഹാഫിദ് ഇബ്നു ഖയ്യിമിന്റെ കിതാബ് തിബ്ബുണ്ട്, പല മരുന്നിനും പൈസ വേണ്ട, നിസ്സാരം. ചവിട്ടി നടക്കുന്ന പല സാധനങ്ങളും വരുന്നത്. ചരക മഹർഷിയുടെ ചരകസൂത്രം, ചരകൻ പറയും, ചരക മഹർഷിയുടെ ചരകസൂത്രം മരുന്നുകളാ. ഒരു നിലക്ക് ആയുർവേദത്തിന്റെ പിതാവാണ് ചരക മഹർഷി. മരുന്നോ നിസ്സാര മരുന്ന്. വലിയ വലിയ കൈപ്പുണ്ണമുള്ള വൈദ്യന്മാർ ഹിന്ദുക്കളിലും മുസ്ലിം സൂഫികളിലും ഉണ്ടായിരുന്നു. ഒരു പൈസ ഇല്ല, ഒന്നുമില്ല. വലിയ വലിയ ആളുകൾ നിസ്സാരം. അഷ്ടവൈദ്യനായ ഒരു ഡോക്ടറെ, ഒരു വൈദ്യരെ എനിക്കറിയാം. എന്റെ കുട്ടിക്കാലം ഒരു ചെറുപ്പക്കാരി പെണ്ണിനെ തടിവണ്ണം വെച്ച് മദ്രാസ് ആശുപത്രി കൊണ്ടുപോയിട്ട് വരെ ചികിത്സ ഫലപ്പെട്ടില്ല. അപ്പോൾ ഈ അഷ്ടവൈദ്യന്റെ അടുത്ത് കൊണ്ടുവന്നു. ചരകസൂത്രം അറിയുന്ന അദ്ദേഹം എന്റെ ഒറ്റ നോട്ടത്തെ പറഞ്ഞേ, കദളിവാഴയുടെ ഇലയിൽ നല്ല ചുടുചോറിട്ട് കഴിച്ചാൽ മതി. ഒരാഴ്ച കഴിച്ച് അടിവരുന്നു, ലക്ഷങ്ങളിൽ വന്നു. പിന്നെ മരുന്ന് കദളിവാഴ നാട്ടിലൊക്കെ കിട്ടുന്ന ചിന്തിക്കുക. ഔഷധം അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തിനും ഒരു ഔഷധം വെച്ച് കിട്ടും. ഇതിനൊക്കെ ഔഷധമുണ്ട്, ഔഷധം. അത് കണ്ടെത്തണം. അത് കണ്ടെത്തണമെങ്കിൽ ചില കാലഘട്ടത്തിൽ മനുഷ്യർക്ക് അഹങ്കാരമുണ്ടാവും. ഞങ്ങൾ വലിയ ആളുകൾ, ഞങ്ങൾ ശാസ്ത്രം, ഞങ്ങൾ ടെക്നോളജി, ഞങ്ങൾ വലിയവരാണ്, ഞങ്ങൾ എന്ന് പറഞ്ഞു നടക്കുമ്പോൾ മനുഷ്യൻ ഡോക്ടർമാരെ ആ അടിസ്ഥാന സത്യത്തിലേക്ക് എത്താൻ കഴിയൂല. അതന്നെ കാരണം. നേരം വൈകും. അല്ലാഹു തആല കാത്തിരക്ഷിക്കട്ടെ. അല്ലാഹു നമ്മെ കാത്തിരക്ഷിക്കട്ടെ. ഇത് അല്ലാഹുവിന്റെ പരീക്ഷണമാണ്. ചിന്തിക്കുക. പ്രാർത്ഥന കൊണ്ട് ഒരു ഫലവുമില്ല എന്ന് പറയുന്ന ചൈനയിലാണ്. ചൈനയുടെ ഭരണാധികാരികൾ വരെ പിന്നെ പ്രാർത്ഥിക്കാൻ പറഞ്ഞത്. ഈ നൂറ്റാണ്ടിലെ വലിയൊരു ഫലിതം. പ്രാർത്ഥിക്കുന്നവരൊക്കെ പിടിച്ച് ജയിലിലിടുന്നു ചൈന. ഇന്നലെയും ഞാൻ നോക്കി, ഈ അടുത്ത കാലത്തൊക്കെ അവരുടെ ജയിലറകളെ അവർ പ്രാർത്ഥിക്കുന്നവരെ കൊണ്ട് നിറച്ച്. പ്രാർത്ഥിക്കാൻ പാടില്ല, പ്രാർത്ഥിക്കാൻ പാടില്ല. പ്രാർത്ഥിക്കുന്നവരെ പിടിച്ചുകൊണ്ട് പർദ്ദയിട്ട് നടക്കുന്ന പെണ്ണിനെ പർദ്ദയിട്ട് ഓഫീസിൽ കടന്നപ്പോൾ പർദ്ദയിലിട്ട് മർദ്ദിച്ചു. അവസാനം ലോകത്തെ ഏറ്റവും വലിയ പർദ്ദ അവരാക്കി. എന്തിന്? കൊറോണ വന്നു. 2 ആഴ്ച ഉണ്ടായില്ല. ഇന്നും നിയന്ത്രിക്കാനോട് കഴിയുകയില്ല. ചിന്തിക്ക. എന്താ പ്രശ്നം? മനുഷ്യന്റെ അഹങ്കാരം. അല്ലാഹു അഹങ്കാരത്തിൽ മടങ്ങാൻ മനുഷ്യന് ബോധം നൽകട്ടെ. ഈ രോഗങ്ങളെല്ലാം അഹങ്കാരത്തിന്റെ ശിക്ഷയാണ്. എയ്ഡ്സ്, കൊറോണ, നിപ്പ, ഇതൊക്കെ മനുഷ്യന്റെ അഹങ്കാരമാണ്. ചിന്തിക്കണം. മനുഷ്യ, നീ നിസ്സഹായനാണ്. മരുന്ന് നിന്റെ തൊട്ട് മുന്നിലുണ്ട്, നിസ്സാരം. വായുവിൽ പറക്കാൻ കഴിയുന്ന ഔഷധങ്ങളുണ്ട്. ചില ഔഷധങ്ങൾ കഴിച്ചാൽ വായു പറക്കാൻ കഴിയും. പറന്നിരുന്ന മഹർഷിമാരുണ്ട്. കറാമത്തല്ലല്ലോ, പക്ഷേ ചില മരുന്നുകളെ ഫലമറിയും. ചില മരുന്നുകൾ കഴിച്ചാൽ വായുവിൽ പറക്കാൻ കഴിയും. ജാലിനോസിന് യാത്രയിൽ, ഒരു കപ്പൽ യാത്രയിൽ ജാലിനോസിന് മരണാസന്നനായി. അദ്ദേഹത്തിന് വിറച്ച് പരിക്കാൻ തുടങ്ങി. അപ്പോൾ കപ്പക്കാർക്ക് ഒരു അത്ഭുതം, കൂടെയുള്ളവർക്കും അത്ഭുതം. ചരിത്രത്തിൽ ഒരിക്കലും ജാലിനോസിന് രോഗം വന്നിട്ടില്ല. ജാലിനോസിന് വിറച്ച് പരിക്കാം. ഒരു സംഘം ആളുകൾ, ആ സംഘം ആളുകൾ മുഴുവൻ സയ്യിദ് സുലൈമാൻ, മഹാനായ സയ്യിദ് സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാമിനെ കാണാൻ പോകുന്ന കപ്പലിൽ ജാലിനോസുമുണ്ട്. പ്രഗൽഭന വിഷങ്കുരനായിരുന്നു ജാലിനോസിനെ
മരണാസന്നനായി. അപ്പൊ കപ്പൽക്കാർക്ക് അത്ഭുതം, ജാലിനോസൻ എന്നെ എന്ത് പറ്റിയ രോഗം, ജാലിനോസിന് രോഗം വരില്ലല്ലോ. അപ്പോൾ ജാലിനോസ് പറഞ്ഞ്, എനിക്ക് രോഗം വരില്ല, എനിക്ക് ചില പ്രത്യേക ഔഷധങ്ങൾ അറിയും, എൻ്റെ റബ്ബിനെ ചില ഔഷധങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് 10 ആളെ ശക്തി ഉണ്ടാവും എന്നും. അതൊക്കെ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. പക്ഷെ ഒരു മനുഷ്യൻ മരണാസന്നനായാൽ അവന്റെ എല്ലാ ഹിഫ്ളുകളും അല്ലാഹു പിൻവലിക്കും. പിന്നെ രോഗം വരും, പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. വൈദ്യശാസ്ത്രത്തിന്റെ പിതാവായിരുന്നു, ആരോഗ്യശാസ്ത്രത്തിന്റെ പിതാവാണ് ജാലിനോസ്. ഹിന്ദു സമൂഹത്തിൽ ഇങ്ങനെയുള്ള കഴിവുള്ള മഹർഷിമാരുണ്ടായിരുന്നു. മുസ്ലിം സമുദായത്തിൽ വലിയ വലിയ സൂഫികൾ ഉണ്ടായിരുന്നു. നിസാരമായ മരുന്നിന്റെ കഴിവുകളെ, നിസാരമായ ചെടികളുടെ കഴിവുകളെ, നിസാരമായ ഒടിച്ചുകൊണ്ടയുടെ കഴിവുകള് ആധുനിക മനുഷ്യൻ അതെല്ലാം ഒഴിവാക്കി. മനുഷ്യന് രോഗം തിന്നുകൊണ്ടിരിക്കുന്നു, അതും ഒരു പ്രശ്നമാണ്. ഇന്ന് മനുഷ്യന്റെ ഭക്ഷണം എന്താ? രോഗം. രോഗം മനുഷ്യന്റെ ഭക്ഷണം. രോഗം. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഉറക്കപ്പറ, അല്ലാഹു നമ്മെ കാത്തിരക്ഷിക്കട്ടെ, അല്ലാഹു നമ്മെ കാത്തിരക്ഷിക്കട്ടെ. ചിന്തിക്ക്, ഏത് രോഗം വന്നാലും നിപ്പ വന്ന് ആദ്യമായി ആരെ കൊല പിടിച്ചത്? ഈ ഫാമിലുണ്ടാക്കുന്ന കോഴിയെ. അതിനു മുമ്പ് H1N1 ആരെ പിടിച്ചത്? കോഴിയെ. ഇപ്പോൾ കൊറോണ വന്ന് ആരെ പിടിച്ചത്? കോഴിയെ. ഈ കോഴിയോ? ഈ കോഴി എന്ന് പറഞ്ഞാൽ അത് പുതിയ വിദഗ്ധാണ്. ഇതൊരു വിദഗ്ധായ കോഴിയാണ്. എന്റെ കുട്ടിക്കാലത്ത് കോഴിയില്ല. അല്ല, സത്യമല്ലേ? നിങ്ങൾ ചിന്തിക്ക്, ഇന്ന് മനുഷ്യന്റെ തീറ്റ ഉണ്ടായി കോഴി. മനുഷ്യന്റെ തീറ്റ ഉണ്ടായി ഈ കോഴി. ഇതിന്റെ അസിലെന്താ? ഈ കോഴിയുടെ അസിലെന്താ? ഓഹോ, എന്താ അസിൽ? ഇതെവിടുന്നുണ്ടായതാ? ഇതെന്താ അസിൽ? ഇതെവിടെ വന്നത്? അതുകൊണ്ട് ഏത് രോഗം വന്നാലും പിടിക്കും. കോഴിയിൽ നിന്നും മനുഷ്യനെ പിടിക്കും, കോഴി മനുഷ്യന്റെ കഴുത്തിനും പിടിക്കും. നിധീനം മാറിയാലോ വീണ്ടും മനുഷ്യൻ കോഴിയുടെ കഴുത്തിൽ പിടിക്കും, കോഴിയുടെ കഴുത്തിൽ നിന്നോ മനുഷ്യന്റെ കഴുത്തിൽ പിടിക്കും. മനുഷ്യനും കോഴിയും ഒരു അരക്കള്ളാനും മുക്കക്കള്ളനുമായിട്ട് പോവാണ്. കോഴിയെ പോലത്തെ മനുഷ്യൻ, മനുഷ്യനെ പോലത്തെ കോഴി. മനുഷ്യനെ പോലത്തെ കോഴിയാണ്, കോഴിയെ പോലത്തെ മനുഷ്യൻ. എവിടുന്നാണ് ഈ കോഴി? അല്ലാഹുവാണ്. ഇതെന്തായാലും അസില് അറിയില്ല. എല്ലാ കോഴിക്കും ഒരേ കളർ, വൈറ്റ് വെള്ളക്കുട്ട. ഓർമ്മല്ലേ? കുറച്ചുള്ള മനുഷ്യന്മാരൊക്കെ എന്റെ ബാക്കിലുണ്ടല്ലോ. നമ്മളെ കോഴി കുട്ടികളെ ഒരു കളറാ പറയും മനുഷ്യന്മാര്. ഒന്ന് കറുപ്പാണെങ്കിൽ പറ, മുട്ടേന്ന് വരുന്ന കോഴിയുടെ അവസ്ഥ എന്താ? ഒന്ന് കറുപ്പാണെങ്കിൽ ഒന്ന് ചുവപ്പ്, ഒന്ന് കൊഴുപ്പ്, ഒന്ന് കറുപ്പ്, ഒന്ന് പുള്ളി, അല്ലെ? കൊഴുപ്പും കറുപ്പ് അല്ലെ പറ. ഇപ്പോഴോ എല്ലാ കോഴിയും കൊഴുപ്പ്. ഇത് കള്ളം കോഴിയാണ്, ഇത് അസിലുള്ള കോഴിയല്ല, ഇത് സലഫ് സാലിഹ്യങ്ങളുടെ കാലത്തുള്ള കോഴിയല്ല, ഇത് പുതിയ ബിദ്അത്തായ കോഴിയാണ്. എല്ലാം ഒരേ വെളുപ്പും കറുപ്പൊന്നുമില്ല. ഒക്കെ ഒരു പുതിയ കാലം വന്നിട്ടുണ്ട്. ആലിമിനെയും ജാഹിലിനെയും തിരിച്ചറിയില്ല, ഒക്കെ താടിയാണ്. ആലിമിനും വെള്ളക്കുപ്പായം, ജാഹിലിനും വെള്ളക്കുപ്പായം. ആലിമിനെ താടി, ജാഹിലിനും താടി. ആലിമിനേക്കാൾ വലിയ താടി ജാഹിലിനാണ്. ഇപ്പൊ ആലിമാരാ ജാഹിലാണ് ഇന്നത്തെ കാലത്ത് തിരിച്ചറിയുന്നേ. താടി കുറഞ്ഞുണ്ടാൽ മനസ്സിലാക്കാൻ കാര്യമാണ്. ജാഹിലൊക്കെ വമ്പത്താടി വളർത്തിയോണ്ടാണ്. അങ്ങനത്തെ ഒരു പുതിയ കാര്യം. മനുഷ്യൻ ചിന്തിക്കണം, മനുഷ്യൻ ചിന്തിക്കണം. എല്ലാ കോഴിയും ഇങ്ങനെ വൈറ്റ് കളറായി, ഒക്കെ വൈറ്റ് വൈറ്റ്, എല്ലാം വൈറ്റ്, എല്ലാം വൈറ്റ്. ചിന്തിക്ക. പഴയ കാലത്ത് കോഴി ഇറക്കാൻ എന്നൊക്കെ പറഞ്ഞ ഒരു സംഭവമാണ്. കോഴി ഇറക്കാൻ വേണ്ടി ഒരു മുല്ലാക്കാക്ക് പ്രത്യേകമായ കത്തി, അതിന് പിടിച്ചു കൊടുത്ത്, അതിന് വെള്ളം കൊടുത്ത്, അതൊരു പ്രത്യേക ഇബാദത്തായി അതിനെ കുറച്ച് പണിയാണ്. ഇന്നോ ആരെന്നെ പിടിക്കുന്നത്? അവൻ തന്നെ അർത്ഥം. അങ്ങനെ തന്നെയല്ലേ? കഴുത്തും കുറിച്ച് നേരെ നരകത്തിന്റെ കുഴിയിലേക്ക് ഒരെട്ടെടുക്കുക, പിന്നെ അങ്ങനെ തന്നെ എടുത്ത് ജീവൻ പോകുന്നതിന് മുമ്പ് വിട്ടു തുടങ്ങും.
ചിന്തിക്കണം. റോസ്റ്റിന്റെ കമ്പനിയിൽ ജോലി ചെയ്തിരുന്ന ഒരാള്, നമ്മുടെ ഒരു വിദ്യാർത്ഥി, അവസാനം നല്ല ശമ്പളം ഉണ്ടായിരുന്നു, രാജിവെച്ച് പോന്ന് എന്നോട് പറഞ്ഞു, ആവൂല ഉസ്താദെ ഞാൻ രാജിവെച്ച്. എന്തോ നല്ല ശമ്പളം ഉണ്ടായിരുന്നല്ലോ, പിന്നെന്തേ ആവൂല. എന്തുകൊണ്ട്? അടുത്ത കോഴിയെ ആ ചോരയോടുകൂടെ ഫ്രീസറിൽ വെക്കും. ആ ഫ്രീസറിൽ നിന്ന് നേരെ ആ ബ്രെഡിന്റെ പൊടിയൊക്കെ കൂട്ടി അതിന്റെ പൊടിയിലൊന്ന് മുക്കി നേരെ അതിൽ മുക്കിയിട്ട് നേരെ എണ്ണയൊക്കെ എന്തോടുകൂടെ ഫ്രീസറിൽ വെച്ച്, എന്തോടുകൂടെ ഒരു ചോര പൊട്ടിയിട്ടില്ല, അങ്ങനെ ഫ്രീസറിൽ വെച്ച്. ഇനി അങ്ങനെ തന്നെ ഒന്ന് ചൂടുവെള്ളം ഒഴിച്ച് നേരെ ബ്രെഡ് ക്രംസിൽ ഒന്നിങ്ങനെ ഒന്ന് ഒപ്പി നേരെ എണ്ണയൊക്കെ ഇട്ട് എന്തോടുകൂടെ പൊരിച്ച് ചോര. കോഴിന്റെ അസലല്ല, എന്നിട്ട് അതിന്റെ ചോര കുടിക്കുക. ആര്? മനുഷ്യൻ. ഈ മനുഷ്യന് രോഗം എല്ലാത്തിനും അൽഹംദുലില്ലാഹ് പറയുന്നത് അതാ തിന്നുന്നത്. ആരും മുസ്ലിയാരായാലും സയ്യിദായാലും നേതാവായാലും അന്യായിയായാലും എന്താ പരിപാടി? കോഴിയുണ്ട്. കോഴിയൊക്കെ അങ്ങനെ പൊരിച്ചു വെച്ചത് കണ്ടാൽ ചെമ്പരത്തിപ്പൂവിന്റെ കളർ. കോഴി പൊരിക്കൽ ഇന്നും തുടങ്ങിയാൽ കോഴി പൊരിച്ചാൽ കറുത്ത കളറാണ് വരിക. എന്നാൽ മാർക്കറ്റിൽ വിൽക്കുന്ന കോഴിക്ക് മുഴുവനും കോഴി ഫ്രൈ, ചിക്കൻ ഫ്രൈ, എന്താ കളറ്? പറ. ചെമ്പരത്തിപ്പൂവിന്റെ കളറ്. മനുഷ്യൻ തിന്നുന്ന രോഗം, മനുഷ്യൻ കുടിക്കുന്ന രോഗം, കുടിക്കുന്ന രോഗം. ജ്യൂസ് എന്ന സാധനം കുടിക്കാൻ പാടില്ല. ജ്യൂസ് എന്ന സാധനം കുടിക്കാൻ പാടില്ല. കാരണം ജ്യൂസ് പഴല്ലേ, പഴത്തിൽ വെള്ളം ചേർക്കാൻ പാടില്ലല്ലോ. പഴത്തിൽ വെള്ളം ചേർത്താൽ ആമാശയത്തിന് കേട് സംഭവിക്കും. ആര് പഠിപ്പിച്ച്? മുത്ത് മുഹമ്മദ് മുസ്തഫ. ഇന്ന് പ്രധാനപ്പെട്ട തീറ്റ എന്താ? ഈ കോഴി പൊരിച്ചതും ജ്യൂസും. ജ്യൂസ് എന്ന സാധനം വായി വെക്കാൻ പാടില്ല. ജ്യൂസ് ജൂതന്മാരെ പേരാണ് ജ്യൂസ്. എന്റെ അസൽ തന്നെ ജൂതന്മാര്. ആരാ ജ്യൂസ് ഉണ്ടാക്കിയത്? ജൂതന്മാര്. പഴവും വെള്ളവും കൂടെ കഴിക്കാൻ പാടില്ല. വെള്ളം കൂടെ കഴിക്കാൻ പാടില്ല. പഴത്തിൽ വെള്ളം ചേർക്കാൻ പാടില്ല. ഏത് പഴത്തിലും വെള്ളം ചേർക്കരുത്. പഴത്തിൽ വെള്ളം ചേർത്താൽ ആമാശയത്തിനും കിഡ്നിക്കും കേടുവരും. കിഡ്നിയില്ല, കിഡ്നിയൊക്കെ പോയി. കിഡ്നിയൊക്കെ കത്തിരിച്ചിട്ടെ. കിഡ്നി കേടായി എന്ന് പറഞ്ഞിട്ട് യത്തീംഖാനെ കൈ കൊടുത്തിട്ട് കാര്യമില്ല. കേടാവുന്ന പണിയെടുത്തു. പഴത്തിൽ വെള്ളം ചേർക്കാൻ പാടില്ല. ഭക്ഷണ നിയമങ്ങളുണ്ട്, പഠിപ്പിച്ചിട്ടില്ലേ മുഹമ്മദ് മുസ്തഫ? എന്നെങ്കിലും പുണ്യ റസൂൽ വെള്ളം കൂട്ടി പഴം കഴിച്ചിട്ടുണ്ടോ? ചരിത്രത്തിലുണ്ടോ? ഒരു ചിന്തയില്ല. ഭക്ഷണ നിയമങ്ങളോ മര്യാദകളോ പാലിക്കുകയില്ല. ഒരു നിയമം പാലിക്കില്ല. ചിന്തിക്കണം. മനുഷ്യൻ ചിന്തിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പ്രപഞ്ച സംവിധാനത്തെ ഒരു പ്രത്യേക രൂപത്തിലാണ് സംവിധാനിച്ചത്. ഒരാണിനൊരു ഇണയെ പറ്റുന്നതുകൊണ്ട് പറ്റാത്തതുകൊണ്ട്. ചിലർക്കൊരു പെണ്ണിനെ പോയാൽ അത് ശരിയാവില്ല. എന്തേ? അറിയില്ല. കണ്ണില്ലേ? കണ്ണുണ്ട്. മൂക്കില്ലേ? മൂക്കുണ്ട്. ചെവിയില്ലേ? ചെവിയില്ലേ. തലയില്ലേ? നെഞ്ചില്ലേ? വയറില്ലേ? ഉണ്ട്. കാലില്ലേ? ഉണ്ട്. പക്ഷേ അവിടെ പറ്റില്ല. ശരി. പിന്നെയോ വേറെ പോയി നോക്കി സാധനം അതും അതിനെ ഇതിനുള്ളൊക്കെ അതിനുണ്ട്. അത് തിരക്കണില്ല. അതിനെ കിട്ടാം. ഇത് വേറെ 40 പെണ്ണിനെ കണ്ടിട്ട് അവസാനം കുടുങ്ങിയിട്ട് വരികയാണെങ്കിൽ ഇതന്നെ നമ്മൾ വിചാരിച്ച പെണ്ണ്. അപ്പൊ ഒരാൾക്ക് ഒരു പെണ്ണ് പറ്റൂല. അതേസമയം ആ പെണ്ണിനെ വേറെ പറ്റൂല. ഇതന്നെ ഭക്ഷണം. ചില ഭക്ഷണങ്ങളിലേക്ക് പറ്റൂല. പഴയ കാലത്ത് ഇറച്ചി മീനും കൂടെ കഴിക്കൂല. ഇന്ന് ഇറച്ചി മീനും അല്ലാതെ ഒന്നും കഴിക്കില്ല. നിങ്ങൾ എന്റെ കൂടെ ഉണ്ടോ? നിങ്ങൾ എന്റെ കൂടെ ഉണ്ടോ? നിങ്ങൾ എന്റെ മനസ്സിലാവണ്ട പറഞ്ഞത്. രോഗം ഉണ്ടാക്കിയതാരാ? മനുഷ്യനോ? ഇറച്ചി മീനും കൂടെ കഴിക്കൂല. ഇന്നോ ഏത് മേശയിൽ ഇറച്ചി ഉണ്ടോ? ഇറച്ചി മീനും കൂടെ കഴിച്ചാൽ പിത്തം, കഫം, ഇങ്ങനെ മനുഷ്യനെ കുറച്ച് അടിസ്ഥാന ധാതുക്കളുണ്ട്. അതിന്റെ അലൈൻമെന്റ് തെറ്റിപ്പോകും. കൂടെ കഴിക്കാൻ പാടില്ല. ഇറച്ചി കഴിച്ച മനുഷ്യനെ തൈര് കഴിക്കാം. ഇറച്ചി കഴിച്ച മനുഷ്യന് തൈര് കഴിക്കാം.
ഇറച്ചി കഴിച്ച മനുഷ്യന് ഇറച്ചിയിൽ കൂട്ടിയിട്ട് ഇറച്ചി കഴിക്കുന്ന ഒരു മനുഷ്യന് ചെറുനാരങ്ങ ലൈമോൺ കഴിക്കാം. എന്നാൽ അതേ സാധനം മീനിൽ പറ്റൂല. മീൻ കഴിക്കുന്ന ഒരാൾക്ക് തൈര് പറ്റൂല, മോര് പറ്റൂല. ചിന്തിക്കും. മനുഷ്യനോ എന്നോ ഇറച്ചി കഴിക്കും, തൈര് കഴിക്കും, അപ്പോൾ തന്നെ മീൻ കഴിക്കും. മീൻ കഴിച്ച ഒരാള് 2 മണിക്കൂർ നേരത്തെ പാൽ ചായ കുടിക്കാൻ പാടില്ല, ചായയെ പാടില്ല. മീനും ചായയും യോജിക്കൂല, പാലും കുടിച്ചാൽ തീരെ യോജിക്കൂല. പാലും മീനും തമ്മിൽ 2 മണിക്കൂർ കണ്ടുകൂട്ടാൻ പാടില്ല. 2 മണിക്കൂർ കണ്ടുകൂട്ടാൻ പാടില്ല. മീൻ കഴിച്ച ഒരാള് പാലുമായി 2 മണിക്കൂർ കണ്ടുകൂട്ടാൻ പാടില്ല. മീൻ കഴിച്ച ഒരാൾ 2 മണിക്കൂർ നേരം ലൈമോണുമായി കണ്ടുകൂട്ടാൻ പാടില്ല. മീൻ കഴിച്ച ഒരാൾ 1.5 മണിക്കൂർ നേരം തൈരുമായി കണ്ടുകൂട്ടാൻ പാടില്ല. ഇന്ന് കിട്ടിയത് മുഴുവൻ തിന്നുന്ന കമ്പോസ്റ്റ് കൂടിയാണ് മനുഷ്യൻ. അപ്പോൾ കൊറോണ ബാധിക്കും. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ആമി പറഞ്ഞ് കാത്ര കാര്യമല്ല, അവനാൻ്റെ തടി നോക്കണം. ആമി എന്ന് പറഞ്ഞ കൂലി കിട്ടുന്നേ ഉള്ളൂ, തടി എന്നാവില്ല. ഇതിനൊക്കെ നിയമം പറഞ്ഞിട്ട് മുഹമ്മദ് മുസ്തഫ. എല്ലാത്തിനും നിയമമുണ്ട്, പറ്റുന്നുണ്ട്, പറ്റാത്തതുണ്ട്. പ്രത്യേകിച്ച് രാത്രി ആയാൽ ലൈമൂൺ കഴിക്കാൻ തന്നെ പാടില്ല. പുളി സാധനങ്ങളൊന്നും സൂര്യൻ ആശ്രയിച്ച പാടില്ല. നേരം വൈകി ഭക്ഷണം കഴിക്കാൻ പാടില്ല. നേരം വൈകി ഭക്ഷണം കഴിച്ചാൽ മനുഷ്യൻ ആരോഗ്യത്തിന് കേടാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഭക്ഷണം എന്താ? ഖുബൈലൽ മഗ്രിബി ഔ ഖുഐദൽ മഗ്രിബി, ഒന്നിരിക്കും മഗ്രിബിന് തൊട്ടും അല്ലെങ്കിൽ തൊട്ട് ശേഷം. നമ്മളെ ഭക്ഷണം എപ്പോഴാണ്? എപ്പോഴാണോ പറഞ്ഞത്? അപ്പം ഈശ എന്ന് പറയല്ല, ഈശ എന്നൊന്നും നിർത്ത്. ഈശ എന്ന് പറയുന്നത് നമ്മളെപ്പോഴും ഭക്ഷണം കഴിക്കാം. പറയാ മൂല്യമാർക്ക് എപ്പോഴും ഭക്ഷണം കഴിച്ചാൽ ഞാൻ ചോദിച്ചത്. അവർക്ക് വിശ്വസിച്ച കിട്ടും. നാട്ടുകാർ ഭക്ഷണം കഴിക്കൽ എപ്പോഴാ പറ? എപ്പോഴാണോ കിടക്കുന്നത്? 11 മണിക്കാണോ? അപ്പൊ കിട്ടും. രാത്രി ഭക്ഷണം കഴിച്ചിട്ട് അത് ദഹിക്കുന്നത് വരെ ഒരാൾ നടന്നിട്ടില്ല എങ്കിൽ എന്നിട്ട് രോഗിയായ അവനെ അല്ലാതെ ആക്ഷേപിക്കരുത്. എന്താ പറഞ്ഞത്? ഒരാൾ രാത്രി ഭക്ഷണം കഴിച്ചു, എന്നിട്ട് അവൻ നടന്നില്ല, പിന്നെ അവൻ രോഗിയായി, എങ്കിൽ അവൻ അവനെ അല്ലാതെ ആക്ഷേപിക്കരുത്. അവന്റെ രോഗം വരാൻ കാരണം അവൻ തന്നെ. എങ്ങനെയുണ്ട്? ഒരു മനുഷ്യൻ രാത്രി ഭക്ഷണം കഴിച്ചു, വയറ് നിറച്ചു, എന്നിട്ട് അവന്റെ കിടപ്പറയിൽ പ്രവേശിച്ചു. പിന്നെ അവന്റെ ഭാര്യയുമായി അവൻ ശാരീരിക ബന്ധം പുലർത്തി. പിന്നെ അവൻ രോഗിയായി, പിന്നെ അവന്റെ കിഡ്നി പോയി, പിന്നെ അവന്റെ തടി കേടായി. അവൻ അവനെ അല്ലാതെ ആക്ഷേപിച്ചു. ചിന്തിക്കുക. വയർ നിറഞ്ഞ നേരത്തെ ചെയ്യാൻ പാടില്ല ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽപ്പെട്ടൊരു കാര്യമാണ് രാത്രി 11 മണി 12 മണി നേരത്തെ ഈ ബ്രോസ്റ്റ് മുഴുവൻ, ഈ ഹാർഡായ ഭക്ഷണം മുഴുവൻ കൂട്ടി കഴിച്ച് പിന്നെ കിടപ്പറയിലേക്കുള്ള 2 അടിയാണ് അതിന് നടത്തുന്നത്. അങ്ങനെ തന്നെയല്ലേ? അങ്ങനെയല്ലേ? പിന്നെ രോഗിയായാൽ അവൻ അവനെ അല്ലാതെ ആക്ഷേപിക്കരുത്. നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. നിയമങ്ങളില്ലേ? നമ്മളെ നേതാവ് സയ്യിദുൽ അബ്ദുൽ ബാഖി മുഹമ്മദ്, اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضياء. അല്ലേ നമ്മുടെ നബിയുടെ പേരെന്നെ ആഫിയത്തായ നബിയല്ലേ, തിബ്ബായ നബിയല്ലേ മുഹമ്മദ് മുസ്തഫ. ലോകത്തെ ഏറ്റവും വലിയ ഡോക്ടർ ആരാ? മുഹമ്മദ് മുസ്തഫ. ദുനിയാവിലെ ഏറ്റവും പ്രയാസമുള്ള ജീവിതം ജീവിച്ചിട്ട് വരെ വഫാത്താവുന്ന സമയത്ത് 19 മുടിയാണ് നരിച്ചത്. അത് തന്നെ ഷെയ്ബത്തിന് ഹൂദ് സൂറത്തുകാരൻ നരിച്ചതാണ് മുഹമ്മദ് മുസ്തഫ. അല്ലാതെ ആരോഗ്യത്തിന് ക്ഷയില്ല. എന്താ ആരോഗ്യം മുഹമ്മദ് മുസ്തഫ. യാ സുബ്ഹാനല്ലാഹ്. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? വഫാത്താകുമ്പോൾ ഹബീബായ റസൂലുള്ളാഹി 18 19 രോമങ്ങൾ മാത്രമേ നരിച്ചിട്ടുള്ളൂ. മുടി 18 അല്ലെങ്കിൽ 19. ഞാൻ നീട്ടുന്നില്ല, ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഞാൻ നീട്ടുന്നില്ല. ചിന്തിക്കാം. ആകെ
വഫാത്തിന്റെ സമയത്ത് ഹബീബയും നരച്ചത് 18ഓ 19ഓ മുടിയാണ്. അത് തന്നെ ശയ്യബത്തിന് ഹൂദ് സൂറത്ത് ഇറങ്ങിയപ്പോഴാണ് എന്റെ മുടി നരച്ചതെന്ന് മുഹമ്മദ് മുസ്തഫ. നമ്മളെ അവസ്ഥ എന്താ? കല്യാണം കഴിക്കുന്ന മുമ്പ് നിലവിടും, പിന്നെ മൈലാഞ്ചില്ലതുകൊണ്ട് രക്ഷപ്പെട്ടു പോകയില്ല. ആകെ 18ഓ 19ഓ മുടിയെ എന്താ പ്രശ്നം? പ്രശ്നങ്ങളെ നടുവിൽ ജീവിച്ച ആളാണ് മുസ്തഫ. എന്നിട്ട് ആകെ നരച്ചത് 19ഓ 18ഓ മുടിയാണ്. അതെന്നെ ശയ്യബത്തിന് ഹൂദ് സൂറത്ത് ഇറങ്ങിയപ്പോൾ ചൊവ്വായി ഇറങ്ങിയപ്പോൾ ഞാൻ എന്റെ പിഴവ് വന്നിട്ടുണ്ടോന്നോർത്ത് ഞാൻ പേടിച്ചിട്ട് നരച്ചു പോയതാണ് മുഹമ്മദ് മുസ്തഫ. അല്ലാതെ തിന്നുന്നതിൽ വന്ന ബദ്ധല്ല, നമ്മളോ തീറ്റയിൽ വന്ന പകരം. ശ്രദ്ധിക്കണം. രോഗം ഉണ്ടാക്കാൻ നമ്മളെ നാട്ടിൽ ഈ രോഗങ്ങൾ കത്തിപ്പടരാതിരിക്കുന്നത് അള്ളാന്റെ റഹ്മത്താണ്. കാരണം ആ രൂപത്തിലാണ് മനുഷ്യന്റെ ജീവിതം. ചിന്തിക്ക്, മനുഷ്യന്റെ മേലെണ്ണം കൂടി എല്ലാ തിന്മേശനും കോഴി വേണ്ടേ? അപ്പോൾ ഇലക്ട്രിക്കിനുണ്ടാക്കുന്ന കോഴി തിന്നു. പിന്നെ അത് എളുപ്പമാണ്, അതൊന്ന് കാഞ്ഞാൽ തന്നെ വേവും. ഇപ്പൊ കോഴിയുടെ വേവ് പോലും നമ്മുടെ പെണ്ണുങ്ങൾക്ക് അറിയില്ല. എന്തുകൊണ്ട്? അവരിൽ തരം തവളക്കോഴി മാത്രമേ അവർ കണ്ടിട്ടുള്ളൂ. മര്യാദക്ക് ഒരു കോഴി വേവിക്കപ്പെടുക അറിയില്ല. എന്തുകൊണ്ട്? അവര് പരിചയപ്പെട്ട കോഴി ഈ കോഴിയല്ല. ആ കോഴി അതാ തവളക്കോഴി. അതൊന്ന് വെള്ളം ചൂടായാൽ തന്നെ പഞ്ഞുപോലെയാവും. കുക്കറിലിട്ട് ഒരു കൂക്കുമ്പോൾ തന്നെ ഇത് പഞ്ഞായി. അതിന് മറ്റേ കോഴി പറ്റൂല. മറ്റേ കോഴിക്ക് ആയുസുണ്ട്, കുറച്ച് പണിയുണ്ട്. അത് ചെക്കി പെൻസിൽ പറഞ്ഞാൽ പുറത്തിറങ്ങി തിന്നതാണ്, നല്ല ആരോഗ്യമുണ്ട്. അപ്പൊ ഗ്യാസ് കുറച്ച് കുറഞ്ഞ ഭാഗം നല്ലതും എന്താണ്? മറ്റേ കോഴിയാണ്. കിഡ്നി പോയാലും മനുഷ്യൻ രോഗം തിന്ന് രോഗം കുടിച്ച് അങ്ങനെയല്ലേ? രോഗം തിന്ന് രോഗം കുടിച്ച് ചിന്തിക്കുക. കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യശ്റബുൽ മാഅ ഫയമുസ്സു. ഇമ്പിയ വെള്ളം കുടിക്കുന്നു മുഹമ്മദ് മുസ്തഫ. യമുസ്സുൽ മാഅ മസ്സ. തിന്നുന്നതിന് അദബുകളുണ്ട്, തിന്നുന്നതിനും അദബുണ്ട്. ചിന്തിക്കുക. ഏറ്റവും നല്ല ഭക്ഷണം ഏതാ? സുഹൂറിന്റെ സമയത്ത് ഭക്ഷണം. മുഹമ്മദ് മുസ്തഫ സുഹൂറിന്റെ സമയത്ത് ഭക്ഷണം ഉണ്ടോ ഇന്ന് നമുക്ക്? ഏതാ ഈ സുഹൂർ? ഉഷസുദിക്കുന്നതിന് മുമ്പുള്ള 2 മണിക്കൂർ, അഥവാ 5:25 സുബ്ഹിയെങ്കിൽ 3:25 മുതൽ 5:25 വരെ 5:22 സുബ്ഹി ബാങ്കെങ്കിൽ അതിന്റെ മുമ്പുള്ള 2 മണിക്കൂറിന്റെ ഉള്ളിൽ 3:22 മുതൽ 5:22 വരെ കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുഅഖിറു സുഹൂറ. സുഹൂറിനെ നബി പിന്തിപ്പിക്കും. വയസ്തഅജിൽ ബിൽ ഫുതൂരി. മുത്ത് മുഹമ്മദ് മുസ്തഫ മനസ്സിലായില്ലേ? സുബ്ഹിയോട് അടുത്ത നേരം ഭക്ഷണം കഴിക്കും. ഏറ്റവും ആരോഗ്യമുണ്ടാക്കുന്ന ഭക്ഷണം ഏതാ? അതിരാവിലെ കഴിക്കുന്നത്. ഇന്നൊരാൾ ഭക്ഷണം കഴിക്കണമെങ്കിൽ 10 മണിയാവും. കാരണം രാത്രി 12 മണിക്ക് കഴിക്കും. പിന്നെ നേരം 10 മണിയാകുമ്പോഴത്തേനെ ഹാങ് ഓവർ കഴിയുള്ളൂ. എല്ലാം ഒഴിവാക്കും. നിങ്ങൾ എന്താ വിചാരിച്ചേ? നിസ്കാരം നോമ്പ് മാത്രം പറയാൻ വന്നാളാ മുഹമ്മദ് മുസ്തഫ? ഈ ദുനിയാവിൽ എന്തൊക്കെ പറയേണ്ടതുണ്ട് അതെല്ലാം ഹബീബാ നബി പറഞ്ഞിട്ടുണ്ട്. മുഹമ്മദ് മുസ്തഫ എങ്ങനെ തിന്നണം, എങ്ങനെ കുടിക്കണം, എങ്ങനെ ഉറങ്ങണം, എങ്ങനെ കിടക്കണം, എല്ലാം മുഹമ്മദ് മുസ്തഫ. അപ്പോൾ രോഗത്തിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്താ? രോഗത്തിന്റെ പ്രധാനപ്പെട്ട കാരണം എന്താ? മനുഷ്യനിൽ വന്നുപോയിട്ടുള്ള അപാകതയാണ്. മനുഷ്യൻ അപാകത വന്നുപോയി. മനുഷ്യൻ അമ്പിയാക്കൾ പറഞ്ഞ മാർഗത്തിൽ നിന്ന് പുറകോട്ട് പോയി. ശാരീരികവും മാനസികവുമായ ആരോഗ്യം, അതിനാണ് നബിമാർ വന്നത്. ചിന്തിക്ക്.
ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ ഗൗരവമായി ആരോഗ്യത്തെ കണക്കിലെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ലോകത്തിന്റെ ഗൗരവമായ കാരണം എന്താ? അടുക്കളയിൽ നടന്നുകൊണ്ടിരിക്കുന്ന സുന്നത്തിന് വിരുദ്ധമായ കാര്യങ്ങൾ, നമ്മളോട് പാടില്ല എന്ന് പറഞ്ഞ പ്രവർത്തനങ്ങൾ, അതൊക്കെ ശ്രദ്ധിക്കണം. നേരം വൈകി ഉറങ്ങുന്നവർക്ക് രോഗമുണ്ടാവും, നേരം വൈകി എണീക്കുന്നവർക്ക് രോഗമുണ്ടാവും. രണ്ടും നമ്മൾ ചെയ്യും. നേരം വൈകി ഉറങ്ങും, നേരം വൈകി എണീക്കും. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഇതൊക്കെ ശ്രദ്ധിക്കുക. പിന്നെ അല്ലാഹുവിന്റെ ഭയം തേടുക. ഇനി പേടിക്കണ്ട. അവനവന്റെ കാര്യങ്ങളൊക്കെ നേരായ വഴിയിലാക്കുക. എന്നിട്ട് അല്ലാഹുവിന്റെ ഭയം തേടുക. ഇതിനെല്ലാം പുറമെ അല്ലാഹുവിന്റെ ഭയം തേടുക. പ്രശ്നമാണ്, പല പ്രശ്നങ്ങളും ഉണ്ട്. പൗരത്വ ഭേദഗതി ബില്ല് ഒരു പ്രശ്നമാണ്. അല്ലാഹു തആല പരിഹരിച്ചു തരട്ടെ. പക്ഷേ അല്ലാഹുവിനെ പരിഹരിക്കാൻ കഴിയും. അല്ലാഹു പരിഹരിക്കും. നിങ്ങൾ പേടിക്കണം, അല്ലാഹു പരിഹരിക്കും. പക്ഷേ റജബുൻ ശഹ്റുല്ലാഹ്, റജബ് അല്ലാഹുവിന്റെ മാസമാണ് എന്ന് മുഹമ്മദ് മുസ്തഫ. ആ മാസമല്ലേ? എത്ര ആൾ കൈകൊണ്ടിച്ച്, എത്ര അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നു? ചിന്തിക്കുക. പ്രധാനപ്പെട്ട രാത്രികളാണ് ഈ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പ്രധാനപ്പെട്ട രാത്രികൾ. റജബുൻ ശഹ്റുല്ലാഹ്, റജബ് അല്ലാഹുവിന്റെ മാസമാണ് എന്ന് മുഹമ്മദ് മുസ്തഫ. എല്ലാത്തിനും പരിഹാരമുണ്ട്, പേടിക്കണ്ട. എല്ലാത്തിനും പരിഹാരമുണ്ട്. എല്ലാം അല്ലാഹുവിലേക്ക് കൈനീട്ട്. അപ്പൊ അല്ലാഹു പരിഹരിച്ചു തരട്ടെ. സാമൂഹികമായ പ്രശ്നങ്ങള്, സമുദായത്തിലെ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കും. നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. ഇന്ത്യയിൽ വർഗീയവാദികൾ ഇല്ല. ഇന്ത്യ അത്രയും നല്ലൊരു നാടാണ്. ഇവിടെ ഹിന്ദുക്കളും മുസ്ലിമീങ്ങളും ആയിരക്കണക്കായ കൊല്ലങ്ങളായി സ്നേഹത്തിൽ ജീവിക്കുന്ന മണ്ണാണ്. ആ സ്നേഹം അല്ലാഹു തആല നിലനിർത്തി തരട്ടെ.